തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് ടോട്ടലായിട്ട് 1200 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന ഈ ഒരു 2 BHK അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്കുള്ളത്. ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് ആണ്, പുത്തൻ കെട്ടിടമാണ്. അതായത് ഇതിന്റെ വർക്കുകളൊക്കെ ഇപ്പോഴും നടന്ന് ആ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഓണർ ഇത് വാങ്ങിയതിന് ശേഷം ഫുള്ളായിട്ട് ഫർണിഷ് ചെയ്ത് ഈ രീതിയിൽ ഹോം അപ്ലയൻസസ് വരേക്കും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റ് കണ്ടീഷനിലാണ് ഈ ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കഴക്കൂട്ടത്ത് നിന്ന് ചന്തവിള പോകുന്ന വഴി, ആ റോഡ് ജസ്റ്റ് കയറുമ്പോൾ തന്നെ സൈനിക് സ്കൂളിന് തൊട്ട് മുന്നേ വലത്തോട്ട് കാണുന്ന വഴി, ആ റോഡ് ജസ്റ്റ് കയറുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഹെദറിന്റെ ഈ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 14th ഫ്ലോറിൽ 14 AC ആണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ വരുന്നത്. ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ ലിവിംഗ് സ്പേസ്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരും. അവിടെ സോഫയും ഡൈനിങ് സെറ്റും TV, ഇങ്ങനെ ഫാന്, AC, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾഡ് ആണ്. നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയിൽ തന്നെ ഒരു AC സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട്. ഈ ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു കോമ്പൗണ്ട് സൈനിക് സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. അതിൻ്റെ ഗ്രൗണ്ടും അതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇത്രയും ഇങ്ങനെ ഒരു 100 ഏക്കർ വരുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് വേറെ ഫ്ലാറ്റോ കെട്ടിടങ്ങളോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വ്യൂ മറയത്തുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ വരെ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഇനി നമ്മുടെ കിച്ചൺ സ്പേസ് കണ്ടിട്ട് വരാം. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും പ്രീമിയം രീതിയിലാണ്. ഇന്റീരിയർ വർക്കുകളായാലും മെറ്റീരിയൽസ് ആയാലും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഫേബറിൻ്റെ ഒരു ചിമ്മിനിയും ഹോബും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വാട്ടർ പ്യൂരിഫയർ, ഇങ്ങനെ ഒത്തിരിയധികം ഇന്റീരിയർ വർക്ക് അത് ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സാധാരണ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്കും വെറും ചുമരായിരിക്കും വാങ്ങുക. അതിന് ശേഷമാണ് നമ്മൾ ഇന്റീരിയർ ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിങ്ങൾ ഇന്റീരിയറും ചെയ്യേണ്ട, ഒരു മെറ്റീരിയൽസും വാങ്ങണ്ട. അതായത് നമ്മുടെ ഹോം അപ്ലയൻസസ് ഒന്നും തന്നെ വാങ്ങണ്ട. ഫ്രിഡ്ജ്, സ്റ്റൗ, വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അത് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ പൈപ്പ് ലൈൻ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. നോക്കിയേ, ഈ രീതിയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീറ്ററിൽ എത്ര വരണോ അതിന് മാത്രം നമ്മൾ ചാർജ് കൊടുത്താൽ മതിയാവും. നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിലും മാട്രസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. ഇനി നിങ്ങളൊന്നും വാങ്ങേണ്ട കാര്യമില്ല. 2 റൂമുകളിലും ഇതുപോലെ തന്നെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ബെഡ്റൂമിനാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡ്, റോക്ക, അതുപോലുള്ള പ്രീമിയം ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഷവർ യൂണിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗ്രോഹയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ പൈപ്പ് ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 2 ബാത്റൂമുകളിലും ഹീറ്റർ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിത് ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിൽ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ബാത്റൂം വരും. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ്. ബെഡ്റൂംസിൽ 2 എണ്ണത്തിലും AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവിംഗ് സ്പേസിലും ഒരു AC വെച്ചിരിക്കുന്നതായിട്ട് കാണാം. നമുക്കിതുപോലെ വലിയൊരു കബോർഡ് തന്നെയാണ്. സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ ഈ കാണുന്ന പോലെ കട്ടിലെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. പെപ്സിൻ്റെ ഒരു മാട്രസ്, ഈ മാട്രസിന് തന്നെ 60,000 രൂപയാണ്. അത്രയും നല്ല ഹെവി ആയിട്ടാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന കോമൺ അമിറ്റീസ് തന്നെയാണ്. നമ്മൾ അല്ലാണ്ട് ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോമൺ അമിറ്റീസ് ഒന്നും കിട്ടത്തില്ല. ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ 24 hours സെക്യൂരിറ്റി, CCTV സർവൈലൻസ്, അതുപോലെ സ്വിമ്മിംഗ് പൂള്, മിനി തിയേറ്റർ, ജിമ്മ്, ഇൻഡോർ ഗെയിംസിനുള്ളൊരു ഏരിയ, പാർട്ടി ഏരിയ, ഇങ്ങനെ ഒത്തിരിയധികം കോമൺ അമിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഫ്ലാറ്റിൻ്റെ ലൈഫ് പല ആൾക്കാരും ഇഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ചില ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ, വീടിന് സ്ഥലമില്ലല്ലോ, അങ്ങനെയൊക്കെ പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും സാധാരണ ഒരു 4 സെൻറ്റിലൊരു വീട് വാങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ ഏരിയ നമുക്കൊരു ഫ്ലാറ്റിനകത്ത് കിട്ടുവാണ്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്. ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് ആണ് ഞാൻ ഈ ഒരു വില പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ ഫ്ലാറ്റിൽ ഒത്തിരിയധികം കോമൺ അമിറ്റീസ് ഉണ്ട് കേട്ടോ. അതിലൊരു കോമൺ അമിറ്റിയാണ് ഈ കാണുന്ന മിനി തിയേറ്റർ. ഇതുപോലെ നമുക്ക് ജിം ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ജിം ഫെസിലിറ്റി തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് കുറേ അധികം പേര് നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുവാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെയാണ് നമ്മളിടുന്ന് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിരുന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇവിടെ വന്നിരുന്ന സിനിമ കാണാൻ എല്ലാവരും 12 പേർക്ക് ഇരുന്ന് കാണാവുന്ന രീതിയിൽ ഇതുപോലെ റിക്ലൈനർ സീറ്റ്സ് അടക്കമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്.